CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതിയുടെ പരാതിയിൽ ഇടപെട്ട് മുഖ്യമന്ത്രി VT സതീശൻ. പരാതിയിൽ കർശന നടപടിയെടുക്കാൻ VT സതീശൻ നിർദ്ദേശം നൽകി. പരാതി ആഭ്യന്തര വകുപ്പിന് കൈമാറുകയും ചെയ്തു. വ്യാജ വാർത്തകൾക്കെതിരെ PK ശ്രീമതി പരാതി നൽകിയിരുന്നു. വ്യാജ വാർത്തകളിൽ മാപ്പില്ലെന്നും മാനനഷ്ട കേസ് നൽകുമെന്നും PK ശ്രീമതി പ്രതികരിച്ചിരുന്നു. വാർത്ത നൽകിയ പലരും വിളിച്ചുവെന്നും കാലിൽ വീണ് മാപ്പ് ചോദിക്കുന്നുവെന്ന് പറഞ്ഞതായും ശ്രീമതി മാധ്യമങ്ങളോട് പറഞ്ഞു. കോൺഗ്രസ് BJP നേതാക്കൾ വിളിച്ചു പിന്തുണ അറിയിച്ചിരുന്നുവെന്നും PK ശ്രീമതി അറിയിച്ചു. കോൺഗ്രസ് നേതാവ് PT തോമസ് മുൻപ് ചില വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അന്ന് രോഗമായതിനാൽ നിയമ നടപടി എടുത്തില്ല. സൈബർ ഇടത്ത് മോശം വാക്കുപയോഗിച്ച് നടത്തുന്ന പോർവിളികളും എല്ലാവരും നിർത്തണമെന്നും PK ശ്രീമതി പറഞ്ഞു. കഴിഞ്ഞ ദിവസം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നുവെന്ന് പറഞ്ഞ് മാധ്യമങ്ങൾക്ക് മുന്നിൽ PK ശ്രീമതി വിതുമ്പിക്കരഞ്ഞിരുന്നു. PK ശശിക്കെതിരായ പീഡന ആരോപണത്തെക്കുറിച്ച് പറയുമ്പോൾ തീവ്രത എന്ന വാക്ക് താൻ ഉപയോഗിച്ചിട്ടില്ല. ഈ വ്യാജ പ്രചാരണം കാലങ്ങളായി നടക്കുന്നു. ഏതോ MLAയുടെ ഭാര്യ എന്ന നിലയിൽ പെൻഷൻ വാങ്ങുന്നു എന്ന ആരോപണം മാനം കെടുത്താനാണെന്നും ശ്രീമതി പറഞ്ഞു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഏതോ ഒരു MLA എങ്ങനെയുണ്ടോ എന്നെനിക്കറിയില്ല. ഞാൻ ചോദിച്ചു, പാലക്കാട് ആരെങ്കിലും അങ്ങനെ MLA ഉണ്ടോ? ഇല്ല. തൃശ്ശൂരുണ്ടോ? ഇല്ലെന്ന് പറഞ്ഞു. പിന്നെ ആരായാണ് ഈ കൃഷ്ണൻ എന്ന് പറയുന്നയാള്? എനിക്കറിയില്ല. അങ്ങനെ ഒരു MLAയുടെ ഭാര്യയായിട്ട് ഞാൻ ഫാമിലി പെൻഷൻ വാങ്ങുക എന്നൊക്കെ പറയുമ്പോൾ പ്രചരിപ്പിക്കുമ്പോൾ ഞാൻ അധ്യാപന രംഗത്ത് നിങ്ങൾക്കൊക്കെ അറിയാം എന്നെക്കുറിച്ചാണ് ഇങ്ങനെ ഞാൻ പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്നു. എന്തൊക്കെയാണ് അതിൽ പറയുന്നത്? നിങ്ങളെല്ലാവരും ചെറുപ്പക്കാരാണല്ലോ, നിങ്ങൾക്കൊക്കെ അമ്മമാരുണ്ടല്ലോ, എന്തൊക്കെയാണ് അതിൽ പറയുന്നത്? എത്ര വൃത്തികെട്ട രീതിയിലാണ് ഈ പ്രചരണം നടക്കുന്നത്. അതേതായാലും ഇത്രയും കൊള്ളരുതാത്ത രീതിയിൽ ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും ലോകത്തിലെമ്പാടുമുള്ള മലയാളികൾ കാണുന്ന തരത്തിൽ ഈ യൂട്യൂബ് ചാനലുകൾ ഉപയോഗിച്ച് എന്നെപ്പോലൊരു വ്യക്തിയെ ഈ രൂപത്തിൽ അധിക്ഷേപിക്കുമ്പോൾ നിങ്ങളാരും ചോദിച്ചില്ല ഇതുവരെ എന്താണ് വസ്തുത എന്ന്. ഏതെങ്കിലും ഒരു പത്രക്കാരൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തക എന്നോട് ചോദിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഈ കഴിഞ്ഞ 2-3 ദിവസം ആരും ചോദിച്ചില്ല. പിന്നെ എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപാകെ വന്നത്.